നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു കുട്ടി ഹോൾ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സൂഡിയോ ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സൂഡിയോ പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് ഒരു ഗോ ടു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് സൂഡിയോയിൽ ഞാൻ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസുകളാണ്. നമുക്ക് ഒരുമിച്ച് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാളും മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം സൂഡിയോൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പ്രൈസ് പോയിന്റ് തന്നെയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് സൂഡിയോയിലുള്ളത്. എല്ലാം തന്നെ ഞാൻ പോയപ്പോൾ ബാംഗ്ലൂരിലുള്ള ഇവിടുത്തെ സൂഡിയോയിൽ എനിക്ക് ഇതും കാണാൻ പറ്റി. എന്താ പറയുക, നമ്മളെ ഓർണമെന്റ്സ്, കുട്ടി നല്ല ക്യൂട്ട് ഓർണമെന്റ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂം വേറെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എക്സിസ്റ്റിംഗ് സൂഡിയോയിൽ ഒരു സെക്ഷനിൽ അവർ കുറച്ച് ഓർണമെന്റ്സും ക്യൂട്ട് കമ്മലുകളും മാല, അതേപോലെ ഹെയർ ബാൻഡ്സ് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഐറ്റമിലേക്ക് കിടക്കാം. എനിക്ക് ടിൻറ്റഡ് ലിപ്പ് ഓയിൽസ് സൂഡിയോൻ്റെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഓൾറെഡി ഒന്ന് വാങ്ങി, അത് കാലി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് വൺ. അവരുടെ ടിൻറ്റഡ് ലിപ്പ് ഓയിലാണ്. ഇത് ടിൻറ്റഡ് എന്ന് പറഞ്ഞാലും ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്യാൻഡി ഫ്ലസ് വന്നിട്ടുള്ള 02 ഷെയ്ഡാണ്. ഇതിന് ഒരു വിധത്തിലുള്ള ഇങ്ങനെ ഈ ലാവൻഡർ ഷെയ്ഡ് കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു വിധത്തിലുള്ള കളറും ഇതിനകത്ത് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ മേലെ ടോപ്പ് കോട്ട് ആയിട്ട് ഇടാനും ഈ ഒരു സംഭവം യൂസ്ഫുൾ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും തന്നെ സ്റ്റിക്കി ഫീലോ അതൊന്നും ഇല്ലാത്ത വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോമുലയിലുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് സെയിം റേഞ്ചിലുള്ള ഒന്നും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കളർ. അപ്പോൾ ഞാൻ ഇത് അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത്ര വലിയ കളറൊന്നും ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പം നമുക്ക് രണ്ടാമതും ഒന്ന് ഇട്ട് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. ബെറി ഡിലൈറ്റ് 03 ആണ് ഈ ഒരു ലിപ്പ് ഓയിലിൻ്റെ ഷെയ്ഡ്. 149 റുപ്പീസേ ഉള്ളൂ. നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെയുണ്ട്, ഭയങ്കര ഡാർക്കാണ് ഇതിനകത്ത് കാണുന്ന പോലെ എന്നുള്ളത് ഞാൻ കയ്യിലാണ് ഇട്ട് നോക്കിയത്. കാരണം അവിടെ തരുന്ന ടെസ്റ്ററിൻ്റെ പീസ് ലിപ്സിൽ ഇട്ട് നോക്കാൻ മാത്രമുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്കിത് ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് ഞാൻ തോന്നിയത്. നമുക്ക് ലിപ്സിൽ ഇട്ട് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. ഇതിന് ഒരു കളറും ഇല്ല ഗൈസ്, ഇങ്ങനെയാണുള്ളത്. ടേസ്റ്റിൽ മാത്രം ഒരു ബെറീൻ്റെ ഒരു ഇനി ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മേലെയാണോ എൻ്റെ പേരിട്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ലിപ്സിൻ്റെ കളറായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരു വ്യത്യാസവും കുറച്ചെന്തോ ഒരു ടിൻ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. ബട്ട് സെയിം ഫോർമുല ഇസ് വെരി കംഫർട്ടബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ലിപ്പ് ഓയിലിൻ്റെ ഫോർമുല. നിങ്ങൾക്ക് ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ അല്ല ലിപ്സ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ലിപ്സ്റ്റിക്കിൻ്റെ മേലെ ടോപ്പ് കോട്ടായിട്ട് യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡിൽ ഏത് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കളർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഈ കളർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. സോ ഇത് രണ്ടിലും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഒരു ക്യൂട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലിപ്സിൽ കാണുമ്പം. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ബെറി ഡിലൈറ്റ് 03 ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് കിടക്കും. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ലിപ്പ് ടിൻ്റ് ആണ് കേട്ടോ. അത് ലിപ്പ് ഓയിലായിരുന്നു, ഇത് ലിപ്പ് ടിൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 149 രൂപ തന്നെയാണ്. ബ്ലാക്ക് ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. B07 ബ്ലാക്ക് ചെറി. ഓക്കെ, നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയില്ലാതില്ല. പാളിയോ ഗൈസ്, നമുക്ക് ചുണ്ടിലിട്ടിട്ട് നോക്കാം അല്ലേ. നല്ല ഭംഗിയുണ്ട്. ഇനി ഫോമുല പറയുമ്പോൾ ഒരു ക്രീം ലിപ്സ്റ്റിക്കും അല്ല, ഒരു ലിപ് ബാമും അല്ല, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു
കൈൻഡ് ഓഫ് ഒരു ലിപ് ടിൻ്റാണ്. കളർ എനിക്ക് കുറച്ചൊരു ഡാർക്കായിട്ടാണ് തോന്നുന്നത്. നമുക്കൊന്ന് ഡാബ് ചെയ്ത് നോക്കാം. ഡാബ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമ്മളൊരു ചുണ്ടിൻ്റെ കളറായിട്ട് വരും കേട്ടോ. ഭംഗിയുണ്ടല്ലേ? ഭംഗിയുണ്ടല്ലേ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അങ്ങനെ തന്നെ വെക്കണയാണോ ഭംഗി, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡാബ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു എക്സസ് എമൗണ്ട് കളഞ്ഞിട്ടുള്ള ലുക്കാണ്? എനിക്കിത് ഈ ലുക്കാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. ലിപ്സ്റ്റിക് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലല്ലോ ചോദിച്ചാൽ ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ലുക്ക് അല്ലേ. അപ്പോൾ ഇതെനിക്കിഷ്ടമായി. അങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വിടുന്നതിനേക്കാളും ഇതിങ്ങനെ കുറച്ച് എക്സസ് ഉള്ള പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം വിടുമ്പം കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഈ ടിൻറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ള സംഭവം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ലിപ് ടിൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ടിൻറ്റ് നമ്മളിത് വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിലും ആ ഒരു ടിൻറ്റ് അവിടെ തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നമുക്കിത് ഫുള്ള് വൈപ്പ് ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ പെട്ടെന്ന് വൈപ്പ് ചെയ്യുമ്പോൾ ആ ടിൻറ്റ് ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ചിലപ്പം കുറച്ച് നേരം നമ്മളങ്ങനെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ടിൻറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രോഡക്റ്റും ലിപ് പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് അവരുടെ ഇതെന്താണ്, ഇതിൻ്റെ മേലെ ഒന്നും എഴുതിയിട്ടില്ല, ലിപ്സ്റ്റിക്കാണ്. മാറ്റ് ലിപ്സ്റ്റിക്കാണ്. സ്പൈസ് ലാറ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. 99 റുപ്പീസാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില വന്നിട്ടുള്ളത്. ഇതും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുന്ന പ്രോഡക്റ്റാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് നോക്കാം. പിന്നെ പെൻസിൽ വേണം. അയ്യോ, അപ്പോൾ ഇത് ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനെ റിട്രാക്ട് ചെയ്യാം. ഞാൻ വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, 99 രൂപയ്ക്ക് ഇത്രയൊക്കെ മതിയില്ല ഗൈസ്. അപ്പോൾ ഇത് ചെയ്യുമ്പം നിങ്ങൾ ചെയ്യേണ്ടതല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കംപ്ലീറ്റ് ഉള്ളിലേക്കായിട്ട് വരച്ചാൽ മതി, അല്ലെങ്കിൽ എട്ടൻ്റെ പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഒടിഞ്ഞു പോകും. ഓക്കെ, നമുക്കിതിൻ്റെ കളർ ദൈവത്തിനോട് പ്രാർത്ഥിച്ച ശേഷം ഇടാം. നല്ല കളറാവണേ, ലൈറ്റ് കളറാവണേ. മാറ്റല്ല, ഒരു പ്രോപ്പർ മാറ്റല്ല, ഒരു ക്രീമി മാറ്റ് കൈൻഡ് ഓഫ് ഒരു മാറ്റാണ്. ബട്ട് നല്ല ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇട്ടാൽ നല്ല ഭംഗിയുള്ള, നമ്മളെ ചുണ്ടിനോട് സാമ്യമുള്ള രീതിയിലുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതാണ് നമ്മളുടെ ലിപ് പ്രോഡക്റ്റ്. ആൻഡ് ലാസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഹോപ്പിലാണ് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റാണ് അവരുടെ നെയിൽ പോളിഷ് റിമൂവർ. ഇതിന് മുന്നേ ആരെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ട് ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. 49 രൂപയുള്ളൂ ഇതിന് കേട്ടോ. വെറും 49 റുപ്പീസ് ഫോർ എത്ര ml ആണ്? നമുക്ക് വെറും 30 ml അല്ല, നമുക്ക് 30 ml പ്രോഡക്റ്റാണ് കിട്ടുന്നത്. അതിന് വെറും 49 രൂപയാണ് ഗൈസ്. ആൻഡ് പെർ ml പ്രൈസ് പോലും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ml 1.64 രൂപയാണ് വരുന്നത്. എത്ര പ്രിസൈസ് ഇൻഫർമേഷൻ ആണെന്ന് നോക്കുക അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതാണ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ജാക്ക് പോട്ടാണ്. ഇത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, 49 രൂപയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങിയതാണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും സംഭവം വേറെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ന്യൂഡ് ഷെയ്ഡ്സ് അറിയാമെങ്കിൽ സൂഡിയോൻ്റെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് അത് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം നല്ല നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ, ഇനി വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് സൂഡിയോൻ്റെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സൂഡിയോൻ്റെ ഭ്രാന്തുള്ള അല്ലെങ്കിൽ സൂഡിയോൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കൂട്ടുന്ന ഏതെങ്കിലും കൂട്ടുകാരികൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ. അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.